ഹോണിത്തടിയനെ നോക്കി ഏച്ചൊരു ബാണവൽക്കട മക്കിടി തഞ്ഞുടെ ഹോണേ ചെന്ന് പിളർന്നൊരു സമയേ ബാണങ്ങൾക്ക് പ്രയാണമെടുത്തു. ഈ 8ാം ക്ലാസ്സുകാരൻ്റെ ഓട്ടം തുള്ളലിന് ഇതാ ഈ പാട്ട് പാടിയിരിക്കുന്നത് കുഞ്ഞനിയത്തി പീലിക്കുട്ടിയാണ്. 6 വയസ്സാണ് പ്രായം. പീലി, ചേട്ടന് പാട്ട് പാടി കൊടുക്കുന്നത് പീലിയാണോ? ആണ്. പാട്ട് കേട്ടാണ് ചേട്ടൻ വീട്ടിൽ നിന്ന് പഠിക്കാറല്ലേ, ഓട്ടം തുള്ളൽ കളിക്കാറ്. അതാണിപ്പോൾ പീലിക്കുട്ടി വീട്ടിൽ നിന്ന് പാട്ട് പാടും. അങ്ങനെയാണ് നമ്മുടെ 8ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ ഓട്ടം തുള്ളൽ പരിശീലിച്ചത് എന്നുള്ളതാണ്. പേരെന്തായിരുന്നു? ദൈവിക്. എങ്ങനെയാണ് അനിയത്തി പാട്ട്? ഭയങ്കര സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ് ആള്. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ, എങ്ങനെയാണ് ഇവളിങ്ങനെ ഇത്ര സ്വായത്തമായി പഠിച്ചത്? അവള് ഓട്ടം തുള്ളൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് പഠിച്ചതാണ്. ഇങ്ങനെ പാടിത്തരും? എപ്പോഴും ഏട്ടൻ്റെ കൂടെ ഇരുന്ന് പാടുന്ന ആളാണോ? അതെ, പറയാത് അവക്ക് ചെറുതായിട്ട് തെറ്റും, എന്നാലും അത് കുഴപ്പമില്ല. അവൾ ഇത്രയും പാടും. അത് ഭയങ്കര കോൺഫിഡൻ്റ് ആണല്ലേ വീട്ടിൽ നിന്ന് പരിശീലിക്കാൻ? നല്ല കോൺഫിഡൻസ് ആണ്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ചേട്ടൻ്റെ കണ്ടോ? ചേട്ടൻ്റെ ഓട്ടം തുള്ളൽ കണ്ടോ? എങ്ങനെ കളിച്ചോ? വീട്ടിൽ നിന്ന് പാടുന്നത് പോലെ പാടിയോ? ഇവിടെ വന്നിട്ട് പാടിയോ? ഇഷ്ടമായി? കളിക്കുവോ പീലിക്കുട്ടി? ഡാൻസ് കളിക്കുവോ? നമ്മുടെ ഓട്ടം തുള്ളല് പീലിയും കളിക്കും. അങ്ങനെയാണ് പീലി പാട്ടൊക്കെ പഠിച്ചത്. എനിക്ക് തോന്നുന്നു പാരൻസ് ആണല്ലേ? എങ്ങനെയാണ്, അതായത് 6 വയസ്സുകാരി 8ാം ക്ലാസ്സിലെ ഏട്ടന് പാടിക്കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരം കാഴ്ചയായിരിക്കും അല്ലേ ഇത്? സ്ഥിരം ഞങ്ങൾ വീട്ടിൽ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്, ഡാൻസ് ക്ലാസ്സൊക്കെ വീട്ടിലുണ്ട്, പിന്നെ ഓട്ടം തുള്ളൽ പഠിപ്പിക്കുന്നുണ്ട്, കഥകളി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു നല്ല രസമാണ് വീട്ടിൽ. അപ്പോൾ അതെല്ലാം കുഞ്ഞിലെ കണ്ടാണ് എവളും അതിനനുസരിച്ച് പാടി തുടങ്ങുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മോളാണ് ചേട്ടന് പാടി കൊടുക്കുന്നത്. ചേട്ടനെ കണ്ടിട്ടാണോ ഇവളും കഥകളി ഇങ്ങനെ ഇഷ്ടപ്പെട്ടത്? കഥകളി ഓട്ടം തുള്ളൽ പഠിക്കുന്നുണ്ട്. കുഞ്ഞില് 3.5 വയസ്സ് മുതൽ അവൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. അത് കണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവളും കുഞ്ഞിലെ പഠിപ്പിക്കാതെ തന്നെ കുറേ സ്റ്റെപ്പുകളൊക്കെ അവളായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി അവൾക്ക് ഇതിലൊരിതുണ്ടെന്ന്. ഇപ്പോൾ കൂട്ടത്തിൽ കയറ്റി അടുത്ത മാസം അരങ്ങേറ്റമാണ്, ഡാൻസിൻ്റെ അരങ്ങേറ്റം. ഇവന് കഥകളി അരങ്ങേറ്റം ഈ മാസമുണ്ട്. തോന്നുന്നു ഏട്ടന് കുറച്ചുകൂടി കളിക്കാൻ ധൈര്യമാണ് അനിയത്തിയും തോന്നുന്നല്ലേ? വീട്ടിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരാൾ പാടിക്കൊടുക്കാൻ കൂടെ ഉണ്ടല്ലോ അല്ലേ? അവള് സബ് ജില്ലയിൽ, നെടുമങ്ങാട് സബ് ജില്ല, തിരുവനന്തപുരം ജില്ല നെടുമങ്ങാട് സബ് ജില്ല, അവിടെ ഇവള് ഫോക്കിന് ഏകഗ്രേഡ് ഉണ്ടായിരുന്നു, LP വിഭാഗത്തിനുണ്ടായിരുന്നു. ഓട്ടത്തുള്ളിൽ അരങ്ങേറ്റം അടുത്ത മാസമാണോ? ഡാൻസിൻ്റെ അരങ്ങേറ്റം. അങ്ങനെയാണ്. ഇതാ പീലിക്കുട്ടിയാണ് ഏട്ടൻ്റെ സപ്പോർട്ടീവ് എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് പാട്ടൊക്കെ പാടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചേട്ടൻ ഇന്ന് കലോത്സവ വേദിയിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് ചേട്ടനെ വേദിയിൽ എത്തിക്കും വരെ കൂടെ ഉണ്ടായിരുന്നു പീലിക്കുട്ടി അല്ലേ, ഫുൾ സപ്പോർട്ടായിട്ട്. അപ്പോൾ ഏതായാലും അടുത്ത മാസം പീലിയും ഡാൻസിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ പാതയിലേക്ക് അനിയത്തി കൂടി വരുന്നൊരു സന്തോഷം കൂടി ഇവിടെയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.